കുടുംബം തകർന്നു. കാരണം അതിന് കയറി വരാൻ വലിയ പാടാണ്. ഭാര്യ ഒരു വലിയ പ്രശ്നമാണ്. മോള് വലിയ ഡിപ്രസ്ഡാണ്. അവളുടെ പഠിത്തവും ഒരുപാട് പ്രതീക്ഷകൾ അവളിലുണ്ടായിരുന്നു. അവൻ പോയ ശേഷം വളരെ ഇതുമായിട്ട് പരിപാലിക്കും അല്ലേ? ക്ഷീണം വന്നിട്ടില്ല? ഇല്ല ഇല്ല. ഇതുവഴിയൊക്കെ സ്കൂൾ യൂണിഫോം ഇട്ട് പിള്ളേർക്ക് പോകുമ്പോൾ സാറിൻ്റെ ഒരു മനസ്സിലാകത്തില്ലേ? പിന്നെ അത് പറയാതിരിക്കാൻ വയ്യ. അവന് ഈ പൂക്കൾ അവനാണ് സ്ഥിരമായിട്ട് ഇത് നട്ട് വളർത്തിയിട്ടുള്ളത്. അവന് സ്ഥിരമായിട്ട് ഈ ജമന്തി പൂക്കൾ നട്ടിട്ട് അത്തമിടും. ഓണത്തിന് എല്ലാ ഓണത്തിനും അത്തമിടാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് എല്ലാം ജമന്തി പൂക്കൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവനിഷ്ടം അതാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അതുകൊണ്ടാണ് ഞാൻ കൂടുതലും. ഈ സമയത്ത് അവൻ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ ആദിശേഖരനില്ല. അവനെ ഈ വൃത്തികെട്ടവൻ കൊന്നുകളഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ അവൻ തകർത്തെറിഞ്ഞു. ഒരു അമ്മയുടെ, സഹോദരിയുടെ, ഈ അച്ഛൻ്റെ ജീവിതമെല്ലാം ഇരുട്ടിലാക്കി. പ്രിയരഞ്ജൻ എന്ന പിശാച് 10ാം ക്ലാസ്സുകാരനെ കൊന്ന് ജയിലിലുമായി. പക്ഷേ ഇവർക്ക് നഷ്ടപ്പെട്ട ആ ജീവനെ തിരിച്ചു കിട്ടുമോ? ഇവൻ എന്തിനാണ് ആ 15കാരനെ കൊന്നതെന്ന് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഈ ഒരു കാര്യത്തിന് ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ആദിശങ്കർ മാത്രം സ്കൂളിൽ പോകുന്നില്ല അല്ലേ? വല്ലാത്തൊരു ഇപ്പം അല്ലെങ്കിൽ അതിൻ്റെ ധൃതിയിൽ ഇരിക്കേണ്ട സമയമാണ് അല്ലേ? അവന് യൂണിഫോം മേടിക്കണം, പുസ്തകം മേടിക്കണം, എല്ലാം ഒരുക്കേണ്ട സമയമാണ്. അതെ അതെ, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ്. ലൈഫിൽ ഇങ്ങനെ ഒരു ട്രാജഡി വന്നു ചേരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പഠിക്കാൻ വളരെ മിടുക്കനായ ഒരു ഇതെല്ലാം പല സ്കൂളുകളിലായിട്ട് സരസ്വതി വിദ്യാലയത്തിലും ചിന്മയ വിദ്യാലയത്തിലും ഒക്കെ വാങ്ങിയതാണ്. ഇതെല്ലാം ചിന്മയ വിദ്യാലയത്തിൽ അതിൻ്റെ സമ്മാനങ്ങളാണ്. ഇത് അവൻ ആദ്യകാലങ്ങളിൽ പഠിച്ച സ്കൂളിലെ സമ്മാനങ്ങളാണ്. എല്ലാ പഠനത്തിൽ മാത്രമല്ല, പിന്നെ കലാകായിക മേഖലകളിലെല്ലാം സ്പോർട്സിലൊക്കെ ഈ മെഡലെല്ലാം സ്പോർട്സിന് കിട്ടിയതാണ്. ഈ സ്പോർട്സിൽ ഏറ്റവും ക്ലിയറായിട്ട് പോകുന്നു. അതുപോലെ പഠനത്തിൽ ഏറ്റവും മികച്ചാണ്. പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷൻ, സ്വന്തമായിട്ട് സ്കിറ്റ് എഴുതും, ഡ്രാമ ഒക്കെ എല്ലാ കാര്യത്തിലും വളരെ മികച്ച ഒരു കുട്ടിയായിരുന്നു. നന്നായിട്ട് വായിക്കും. വേൾഡ് ക്ലാസിക്കെല്ലാം വായിച്ചിട്ടുണ്ട്. വളരെ ആക്റ്റീവായൊരു കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിയുടെ ഒരു നഷ്ടം നമുക്കൊരു വലിയ നഷ്ടമാണ്. സ്കൂൾ തുറക്കുമ്പോൾ ഓരോ സ്കൂൾ തുറക്കുമ്പോഴും മറ്റു കുട്ടികൾ പോകുമ്പോൾ നമുക്കതൊരു വലിയ മാനസിക വിഷമമായിട്ട്. തീർച്ചയായിട്ടും ഇപ്പം അവനെയും കൊണ്ട് യൂണിഫോം എടുക്കലും പുസ്തകം വാങ്ങലും പഠനോപകരണം വാങ്ങലും ഒക്കെ ആയിരിക്കും ഈ സമയം. ഒരു നിർബന്ധമുള്ള അങ്ങനെ ഒരു നിർബന്ധമുള്ള ആളല്ല. അവന് ഇഷ്ടപ്പെട്ടാലും അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഇഷ്ടവും താല്പര്യവും ഒക്കെ നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ഈ നാട്ടിലെ എല്ലാ ആൾക്കാരുമായിട്ടും വലിയ സൗഹൃദമായിരുന്നു. സാധാരണ കുട്ടികളെന്ന് പറയുമ്പോൾ വീട്, സ്കൂൾ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷേ ഇങ്ങനെയല്ല. നാട്ടിലേക്ക് ഇറങ്ങും, കളിക്കളത്തിലേക്ക് ഇറങ്ങും, കൂട്ടുകാർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂള്, വീട് എന്ന ചിന്ത മാറിയിട്ട് സമൂഹം എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ ജീവിച്ചൊരു. കുടുംബത്തെ ആരും മോചിതരായിട്ടില്ല. പിന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ കുറേയൊക്കെ മറക്കാനും ശ്രമിക്കുന്നുണ്ട്. കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും മുന്നോട്ട് പോവുകയാണ്. ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. അത് സമൂഹത്തിൽ സാധാരണ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിനൊരു വലിയ പക മനസ്സിൽ സൂക്ഷിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പുള്ളി. ഈ പുള്ളിയുടെ മയക്കുമരുന്നും ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ചിന്താഗതി വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു അനന്തരവാശി തന്നെയാണ് നശിപ്പിച്ചിരുന്നത്. തീർച്ചയായും. കാരണം എൻ്റെ വീട്ടിൽ ആകെയുള്ള ഏക ആൺതരിയാണ്. അനിയനും ഒക്കെയുള്ള ഏക ആൺതരിയാണ്. ആണായിട്ട് തന്നെയുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു നഷ്ടമാണ്. ഇനി എന്താണെന്ന് ജീവിതം ശരിക്കും പറഞ്ഞാൽ പകുതി വയ്പ്പോൾ തന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മകളുണ്ട്. മകളുടെ കാര്യങ്ങൾ വേണം. അവളെ മോളുടെയും ഒക്കെ കാര്യം ഇനി മകളാണ് സാധിച്ചു തരേണ്ട. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈവൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആക്സിഡന്റ് അബദ്ധവശ ചവിട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞ് അന്നൊക്കെ സാർ അത് വിശ്വസിച്ചിരുന്നു? അങ്ങനെ ചെയ്തു പോകുന്നു? അല്ല, ആദ്യത്തെ സംഭവത്തിൽ എന്താണ് സംഭവം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ആൾക്കാർ പറഞ്ഞു കേട്ട കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ CCTV ദൃശ്യങ്ങൾ പുറത്തായപ്പോഴാണ് പോലീസിന് ആദ്യം സംശയം ഉണ്ടായി. പക്ഷേ അപ്പോഴും ഞാൻ ഇത് കാണുന്നില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ CCTV ദൃശ്യം കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെപ്പറ്റി ഓർമ്മ വരുന്നത്. പിന്നെ എൻ്റെ ഒരു കുഞ്ഞമ്മ സ്ഥലത്തില്ലായിരുന്നു, അവർ ചെന്നൈയിലായിരുന്നു. അവർ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു. ഇവൻ ആദ്യത്തെ സംഭവത്തിൽ കുട്ടിയുടെ കൈപിടിച്ച് തിരിക്കുന്നതിന് ദൃക്സാക്ഷിയായിരുന്നു. അവരിവിടെ വന്ന് അവർ ഈ കഥ എന്നോട് പറയുന്നു. CCTV ദൃശ്യങ്ങളുണ്ട്. എന്നോടും കുട്ടി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അങ്ങനെയാണ് ഇത്
ആ സംഭവമാണ് എന്ന് എനിക്ക് പിന്നീട് പക തോന്നാൻ ക്ഷേത്രത്തിൽ ഒരു കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രൗണ്ടിന് സമീപം ഇവരുടെ ഒരു ബോളൊക്കെ വയ്ക്കുന്ന ഒരു ക്ലബ് റൂം പോലെയുണ്ട്. ആ റൂമിന് അടുത്തുള്ള സ്റ്റേജിൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾ മൂത്രം ഒഴിച്ചു. മൂത്രം ഒഴിച്ചപ്പോൾ കുട്ടി അത് ചോദ്യം ചെയ്തു, ഞങ്ങളുടെ ക്ഷേത്രമല്ലേ മാമ നാണമില്ല ഇങ്ങനെ. അപ്പോൾ കുട്ടിയാണ് വളരെ പക്വത. സമൂഹത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കല്യാണം നടന്നാലും എൻ്റെ സദ്യക്ക് വിളമ്പലും ഒക്കെയാണ് അവൻ്റെ പരിപാടി. ചോദ്യം ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ ഇവൻ അപ്പോഴും തന്നെ ഇവനെ ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞു ഓടിച്ചു. അത് കുട്ടി എന്നോടൊന്ന് പറഞ്ഞു ആവശ്യം. അത് ഞാനങ്ങ് കളഞ്ഞു. അത് ഒരു മെയ് മാസം, ഒരു ഏപ്രിൽ 19 ആ സംഭവം. അതിനുശേഷം മെയ് മാസത്തിൽ ഇവൻ പാല് വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് കുട്ടിയുടെ കൈ പിടിച്ചിരിക്കുന്നത് കുഞ്ഞമ്മ കണ്ടു. എൻ്റെ ഈ വിഷയം പറഞ്ഞിട്ട് അതിനുശേഷം എൻ്റെ കൈ കിട്ടിയത് അന്നാണ്. അപ്പോൾ അത് സംഭവം കുട്ടി പേടിച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. കാരണം ആദ്യത്തെ ദിവസം സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുട്ടിയാണ് വഴക്ക് പറഞ്ഞത്, മുതിർന്ന ആൾക്കാരോട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കുട്ടി എന്നോട് പറഞ്ഞില്ല. അത് പിന്നീട് കുഞ്ഞമ്മ ഈ സംഭവത്തിന് ശേഷമാണ് ആ കാര്യം എന്നോട് പറഞ്ഞത്. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഈ പക വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം അല്ല, ഇത് ഈ ലഹരി അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഭയങ്കരമായ പക പോലെ തോന്നുമെന്നാണ് പറയുന്നത്. ഇതൊരു 6 മാസം മുമ്പ് MDMA കേസിൽ പുള്ളി പിടിച്ചു. പക്ഷേ അതിൽ നിന്ന് അങ്ങനെ പുള്ളി രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഈ ലഹരിക്ക് അടിമയാണ് ഇയാൾ. നാട്ടിലില്ല ഇയാൾ തിരുവനന്തപുരത്താണ് താമസം. ഇപ്പോൾ ഇവിടെ മദ്യപിക്കാനായിട്ടിവിടെ വരികയാണ്. ഇവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുമായിട്ട് മദ്യപിച്ചിട്ട് മടങ്ങി പോവുകയാണ്. അവധി ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ വരാറുണ്ട് മദ്യപിക്കാനായിട്ട്. അതായത് സാർ ഒരു ഘട്ടത്തിൽ വിചാരിച്ചു പിന്നെ അവൻ്റെ വാദം കൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ആക്സിഡൻറ്റ് കാല് ചവിട്ടിക്കൊണ്ട് രക്ഷപ്പെടും എന്നുള്ള വാദത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു? ഇല്ല, കാരണം സത്യം ജയിക്കണം. കാര്യം ഈ ദൈവത്തിൻ്റെ ഒരു 3ാം കണ്ണ് എന്നാണ് ഞാൻ ആ CCTV ദൃശ്യത്തിൽ വിശേഷിപ്പിക്കുന്നത്. കാരണം അതില്ലായിരുന്നെങ്കിൽ ഒന്നും അറിയില്ല. ഇതൊരു സാധാരണ അപകട മരണമായിട്ട് വിശേഷിപ്പിക്കും. കാരണം ഇതിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ആകെ മാനസികമായിട്ട് തളർന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ആ കുട്ടി ഉടനെ അവനെ ഈ മരിച്ച വിവരം പോലും അറിയിക്കാതെ അവൻ്റെ അമ്മ മലപ്പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നീട് അവൻ്റെ 5ാമത്തെ 6ാമത്തെ ദിവസമാണ് പിന്നെ ഇവിടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ലായിരുന്നു. സാധാരണ ഒരു അപകടം എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ഉറപ്പായിട്ടും ഇല്ല, കിട്ടില്ല, നീതി കിട്ടില്ലായിരുന്നു. എപ്പോഴെങ്കിലും ഇവനെ ഈ പ്രിയരഞ്ജനെ കണ്ടിട്ട് സാർ ചോദിച്ചായിരുന്നു, അവൻ്റെ മൂത്തേക്ക് ചോദിക്കാനുള്ള അവസരം കിട്ടിയായിരുന്നോ? എന്തിനാണ് എൻ്റെ മോനോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇല്ല, അത് ചോദിക്കാൻ ഞാൻ ചോദിച്ചില്ല. എന്തായാലും അവന് ജീവപര്യന്തം കിട്ടി. അതിൽ സംതൃപ്തനാണോ? ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ജീവപര്യന്തം പോരാ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇത് സമൂഹത്തിനൊരു നല്ലൊരു സന്ദേശം കൊടുക്കണം. വളരെ ദുർബലരായ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ചെറിയ കുട്ടികളോട് മുതിർന്ന ആൾക്കാർ ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ പോക്സോ കേസുകളിലും കുട്ടികൾ വളരെ ദുർബലരായതുകൊണ്ടാണ് അവരോട് ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പെരുമാറുന്നവർക്കൊരു ശക്തമായൊരു താക്കീത് നിലയിൽ ശിക്ഷ കുറച്ചുകൂടെ അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ ഇതിന് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാറിന് അധ്യാപകനായിട്ടും തോന്നുന്നു ഇത്ര നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്നത്. സാറിൻ്റെ പിതാവാണ് തളർന്നു പോകാൻ. ആ ഒരു കുട്ടികളോട്ടുള്ള സഹവാസം ഒരുപാട് ഗുണം. തീർച്ചയായിട്ടും ഞാൻ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പിന്നെ ഇനി ജോലി എന്തിനു വീട് അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ മക്കളാണ്, സ്കൂളിലെ കുട്ടികൾ എൻ്റെ മക്കളാണ്. ആ രൂപത്തിലേക്കായി ചിന്ത. പിന്നെ അങ്ങനെ ഒരു തലത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങി. അവൻ്റെ സാന്നിധ്യം വീട്ടിൽ ഇപ്പോഴും ഉണ്ടോ സാറേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതില്ലാതിരിക്കില്ലല്ലോ. എന്ത് എടുത്താലും അവൻ്റെ സാന്നിധ്യമേ ഉള്ളൂ. സ്കൂളിൽ ഏത് കാര്യത്തിലും വായിക്കാത്ത ക്ലാസിക്കുകളില്ല. എല്ലാം വായന, എഴുത്ത്, അലങ്കാരം. അവൻ കൈവയ്ക്കാത്ത മേഖലയില്ല. നല്ലൊരു ഡാൻസറാണ്. അമ്മയും സഹോദരിയൊക്കെ അത് ഉൾക്കൊണ്ടങ്ങ് മുന്നോട്ട് പോയി. സാറ് കൊടുക്കുന്ന ധൈര്യമാണല്ലേ? പൂർണ്ണമായിട്ട് അവരൊന്നും ഇത് ഷോക്ക് ചെയ്ത് മോചിതരായിട്ടില്ല എങ്കിലും അങ്ങനെ പോകുന്നു. അതാണ് ഒരു ജീവിതം. അതിന് ശേഷം ഈ അവന് മുമ്പും അവന് ശേഷം എന്ന രൂപത്തിലാണ് ജീവിതം. അങ്ങനെ പോവുകയാണ്. അവൻ്റെ ഈ ഉടുപ്പുകളും അവൻ്റെ യൂണിഫോമൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമമായിരിക്കും അല്ലേ സാറ്? തീർച്ചയായിട്ടും, അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. വർഷം 1.5 കഴിഞ്ഞുവെങ്കിലും നമുക്ക് ഇന്നലെ എന്ന പോലെ അവൻ കൂടെ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളീ പോകുന്നത്. അവനിവിടെ ഉണ്ട്. അവൻ്റെ സാന്നിധ്യത്തോടെ അവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാത്ത ഒരു ദിവസം ഈ വീട്ടിലില്ല, ഓർമ്മിക്കാത്ത സമയമില്ല. കുടുംബം തകർന്നു. കാരണം അതിനും കയറി വരാൻ വലിയ പാടാണ്. ഭാര്യ ഒരു വലിയ പ്രശ്നമാണ്. മോള് വലിയ ഡിപ്രസ്ഡാണ്. അവളുടെ പഠിത്തവും ഒരുപാട് പ്രതീക്ഷകൾ അവളിലുണ്ടായിരുന്നു. അവളും വളരെ മിടുക്കിയായിരുന്നു. ഒരു സിവിൽ സർവീസ് കാര്യങ്ങളൊക്കെ ലക്ഷ്യമായിരുന്നു. പക്ഷേ അതെല്ലാം പോയി. മോൻ പോയതിന് ശേഷം അതൊക്കെ അങ്ങനെ അത് മോളും മോനും ആയിരുന്നു കമ്പനി. അവളെ എന്നാണ് അവനെ പറിച്ചുകൊണ്ട് പോയത്. അതാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത്. മോൾ അതിന് ശേഷമാണ് വളരെ സൈലൻ്റായി. വളരെ ആക്റ്റീവായിരുന്ന കുട്ടിയാണ്. നവോദയയിലൊക്കെ പഠിച്ച കുട്ടിയാണ്. അതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 കിളികളൊരു കൂട്ടിൽ വളർന്നിട്ട് ഒരു കിളിയെ പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ മറ്റേ കിളി ഒറ്റപ്പെട്ടോളെയാണ് മോളുടെ അവസ്ഥ ഇപ്പോൾ. അത് വലിയ പ്രശ്നത്തിലാണ്. ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് എത്തിയില്ല. അത് അങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള
ഒരുവിധം കൊണ്ടുപോവുകയാണ്.